ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളോട് സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓണത്തിന് ശേഷം എടുത്തിട്ടുള്ളതാണ്. ഓണത്തിൻ്റെയൊക്കെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഇപ്പോൾ ഫ്രീ ആയി കാണുമല്ലേ? ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് ദിവസത്തെ ലീവൊന്നും കിട്ടിയില്ല. ആമിക്കാണെങ്കിലും ഒരു ദിവസത്തെ ലീവാണ് ഉണ്ടായിരുന്നത്. തിരുവോണത്തിൻ്റെ അന്ന് മാത്രമാണ് ആമിക്ക് ലീവ് ഉണ്ടായിരുന്നത്. ഹസ്ബൻഡിന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് ഒരു IT കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അങ്ങനെ ഇന്ത്യൻ ലീവ്സ് ഒന്നും കിട്ടാറില്ല. അപ്പോൾ അന്ന് പുള്ളി ഇങ്ങനെ ലീവ് എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡിന് ഇപ്പോൾ വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ ഞാനാണെങ്കിൽ ഈ ഓണത്തിന് കെട്ടിയിട്ടുണ്ടായിരുന്ന തോരണങ്ങളൊന്നും എടുത്ത് മാറ്റിയില്ലായിരുന്നേ. അപ്പോൾ ഇവിടെ നല്ല വെയിലാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഓണം തുടങ്ങിയതിന് ശേഷമൊക്കെ ഭയങ്കര വെയിലാണ് കേട്ടോ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഇതേ ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്ന തോരണമൊക്കെ നന്നായിട്ട് കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും അങ്ങനെ ഇടാൻ പാടില്ല എന്ന് പറയും. ഉണങ്ങിയ തോരണമൊന്നും വീടിൻ്റെ ഫ്രണ്ടിൽ കെട്ടിയിടാൻ പാടില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു പടിക്കെട്ടൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഞാൻ എപ്പോഴും ഈ പൂജാ റൂമിൽ വരുന്ന വേസ്റ്റും തോരണമൊക്കെ ഇതുപോലെ വേസ്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ കൊണ്ടുപോയി കളയുന്നത്. ഒരുമിച്ച് അങ്ങനെ മറ്റുള്ള വേസ്റ്റിൻ്റെ കൂടെ ഇടാറില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതേ വന്നിട്ട് ഉരുളിയിൽ പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അത്ത ഇട്ട സമയത്ത് ഒരുപാട് പൂക്കൾ നമ്മൾ മേടിച്ചായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ബാലൻസ് ഉള്ളത് ഇതുപോലെ ഉരുളിയിലിട്ട് വെക്കാനാണ് പോകുന്നതെന്ന്. അപ്പം ഞാൻ എല്ലാം കൂടി ഒരു പ്ലാസ്റ്റിക് കവറിനകത്താക്കിയിട്ട് ഫ്രിഡ്ജിനകത്താണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഒന്നും ചെയ്യുന്നൊന്നുമില്ല. കുറേ ദിവസം അങ്ങനെ തന്നെ ഫ്രഷ് ആയിട്ട് ഇരുന്നോളും. പിന്നെ റോസിൻ്റെ ഇതൊക്കെ ഞാൻ ഇതളുകളെല്ലാം എടുത്ത് വെച്ചേക്കുവാണ്. അന്നേ ഞാൻ അങ്ങനെ ചെയ്തായിരുന്നു കേട്ടോ, അത്ത ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഇരിപ്പുണ്ട്. എല്ലാം കൂടി ഞാനൊരു ചെറിയ ചെറിയ കവറുകളിലാക്കിയിട്ട് കെട്ടി ഇങ്ങനെ ഒരു വലിയ കവറിലോട്ട് മാറ്റി വെച്ചേക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ പൂജാ റൂമിൽ വെക്കാനാണെങ്കിലും ഇതുപോലെ ഉരുളിയിൽ വെക്കാനാണെങ്കിലും ഒന്നും പൂവിനൊന്നും ക്ഷാമമില്ല. പിന്നെ അതുപോലെ തന്നെ ഞാനിന്ന് ഉദ്ദേശിക്കുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ളൊരു റൊട്ടീനാണ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ, കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ആകെ ഒരു മടിയായിരിക്കും അല്ലേ? എല്ലാവരെയും പോലെ തന്നെ എനിക്കും അങ്ങനെ തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഇവിടെ ആയ കാരണം കൊണ്ട് നമുക്ക് അങ്ങനെ അധികം അങ്ങനെ ക്ഷീണമോ കാര്യങ്ങളൊന്നും ഇല്ല. കാരണം നമ്മൾ സിമ്പിളായിട്ടാണ് ഞങ്ങൾ ഓണമൊക്കെ ആഘോഷിച്ചത്. അങ്ങനെ ഒരുപാട് ഭയങ്കരമായിട്ടുള്ള യാത്രകളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്തിട്ടൊന്നുമില്ല. അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ആമയ്ക്ക് സ്കൂളുണ്ട്, അങ്ങനെ ലീവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആസ് യൂഷ്വൽ സാധാരണ പോലത്തെ റൊട്ടീൻ തന്നെയാണ് എല്ലാ ദിവസവും ഉണ്ടായിരുന്നത്. വെക്കേഷനോ കാര്യങ്ങളോ ഒന്നും മോൾക്കും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അങ്ങനെ റൊട്ടീനിലേക്ക് തിരിച്ചു വരാനുള്ളൊരു പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമൽ ഡേ പോലെ തന്നെയാണ് എല്ലാ ദിവസവും എനിക്കും ഉണ്ടായിരുന്നത്. പിന്നെ ആ ഒരു ഓണത്തിൻ്റെ ആ ഒരു ദിവസം നമ്മൾ കുറച്ച് എക്സ്ട്രാ കറികൾ വെച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും സെപ്റ്റംബർ മാസം കുറേ ഇങ്ങ് കഴിഞ്ഞിട്ടുണ്ടല്ലേ, ഏകദേശം ഒരു 2 ആഴ്ചയ്ക്ക് പുറത്തായിട്ടുണ്ട്. എന്നാലും ഇനിയെങ്കിലും നമുക്ക് സെപ്റ്റംബർ മാസം ഒന്ന് പ്ലാൻ ചെയ്യാം അല്ലേ. അപ്പോൾ എൻ്റെ പ്ലാനിങ്ങുകളും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഇതുപോലെ ഒരു ഡയറിയിൽ എഴുതി വെക്കുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും എല്ലാ മാസവും മന്ത്ലി ഡീപ്പ് ക്ലീനിങ് ചെയ്യാറുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ വന്നിട്ട് എന്തൊക്കെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്നൊക്കെ എഴുതി വെക്കുന്നുണ്ട്. ഇതിൽ പല കാര്യങ്ങളും ഞാൻ ഓൾറെഡി ക്ലീൻ ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അത്യാവശ്യം ഉള്ളത് മാത്രമേ ഞാൻ ഈ മാസം ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മളൊക്കെ ഓണത്തിൻ്റെ ഭാഗമായിട്ട് വീട് മൊത്തത്തിലൊരു ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. എന്നാലും വിട്ടുപോയ കുറച്ച് ഭാഗങ്ങൾ കാണുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതുന്നുണ്ട്. ഇനിയിപ്പോൾ ഉടനെ തന്നെ നവരാത്രി വരാൻ പോവുകയാണ്, പിന്നെ ദീപാവലി, അതൊക്കെ നമുക്കിനി ഇവിടെ അങ്ങോട്ട് ഫെസ്റ്റിവൽസിൻ്റെ മേളമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ കൂട്ടി എല്ലാം ക്ലീൻ ചെയ്ത് തുടങ്ങാമെന്ന് കരുതുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും കിച്ചൺ കൗണ്ടർ ടോപ്പാണ് ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ ബെഡ്റൂമിലും നമുക്ക് എത്ര റൂമുണ്ടോ റൂമിലാണെങ്കിലും കിച്ചണിലാണെങ്കിലും ഒക്കെ അത്യാവശ്യമുള്ള പോർഷൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുന്നതാണ്. അപ്പോൾ എഴുതി വെച്ചാലുള്ളൊരു ഗുണമെന്ന് പറയുന്നത് നമ്മളത് കറക്റ്റായിട്ട് ചെയ്തോളും. നമുക്ക് അങ്ങനെ ഒരു മടി വരത്തില്ല. പിന്നെ മാത്രമല്ല, ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ടിക്കിട്ട് പോകാനാണ് കൂടുതൽ സുഖം. അപ്പം ഞാൻ എന്തായാലും ഇന്ന് കൗണ്ടർ ടോപ്പാണ് ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത്. സാധാരണ എപ്പോഴും ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ടിക്കിടുന്നത്. പക്ഷേ ഞാനിപ്പോൾ തുടക്കത്തിൽ തന്നെ ടിക്കിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഉടനെ തന്നെ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. സിങ്കിൽ പാത്രങ്ങൾ കിടപ്പുണ്ട്, അതൊക്കെ ഒന്ന് കഴുകണം. പിന്നെ അതുപോലെ തന്നെ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടേക്കുകയാണ്. ആദ്യമേ തന്നെ ഞാൻ അങ്ങോട്ട് തുണികൾ വാഷിംഗ് മെഷീനിലിട്ട് ഇട്ടേക്കും. അപ്പോൾ അത് അവിടെ കിടന്ന് ഇതുപോലെ വാഷായി കിട്ടുന്നതിനിടയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. എന്നിട്ട് നമ്മുടെ പണികളൊക്കെ ഒരുവിധം ഒതുങ്ങുന്ന സമയത്ത് നമുക്ക് പോയിട്ട് തുണികളൊക്കെ വിരിച്ചിടാമല്ലോ. അപ്പോൾ എല്ലാവർക്കും എപ്പോഴും പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാനൊക്കെ തന്നെയാണല്ലേ ആഗ്രഹം.
എനിക്കും അങ്ങനെ തന്നെയാണ് ആഗ്രഹം. പക്ഷെ എന്നാലും ചില ദിവസങ്ങളിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല. തീരെ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അസുഖം വരുന്നതും പിന്നെ എന്തെങ്കിലുമൊക്കെ യാത്രകൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്നതും ചിലപ്പോൾ ബന്ധുക്കളൊക്കെ വീട്ടിൽ വരുന്നതും ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന റുട്ടീൻ പോലെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പല കാരണങ്ങൾ കൊണ്ടാണ് ഒരു വീട്ടമ്മയുടെ ജോലികൾ മുടങ്ങുന്നത് അല്ലേ. അതേപോലെ തന്നെ നമ്മൾ എത്ര ചെയ്താലും തീരാത്ത പണിയാണ് ഒരു വീട്ടിലുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഒരുപാട് വലിച്ചു വാരി ചെയ്യുന്നതിലല്ല കാര്യം. എന്ത് ചെയ്യുന്നോ അത് വൃത്തിയായിട്ട് ചെയ്യുക. ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പോർഷൻ മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഒരിക്കലും അങ്ങനെ വലിച്ചു വാരി കിടന്ന് ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്യുന്ന ഒരാളല്ല. ഇത് നമ്മൾ മന്ത്ലി ഇങ്ങനെ കുറച്ച് പോർഷൻസ് ക്ലീൻ ചെയ്ത് പോകുമ്പോഴുള്ള ഗുണമെന്ന് പറയുന്നത്, ഇതുപോലുള്ള ഫെസ്റ്റിവലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒട്ടും തന്നെ ടെൻഷനും അടിക്കേണ്ട, അങ്ങനെ കിടന്ന് ഭയങ്കരമായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ട. അപ്പം ഞാൻ ക്ലീൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒത്തിരി പേര് ഇങ്ങനെ ക്ലീൻ ചെയ്യാറുണ്ടെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പം എന്തായാലും നിങ്ങളും റീസ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ ചെയ്തോളൂ. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നെങ്കിൽ തുടങ്ങാം കേട്ടോ. ആരൊക്കെയാണ് അങ്ങനെ തുടങ്ങാൻ പോകുന്നതെന്ന് മറക്കാതെ കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ചെറിയ മക്കളാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും കാര്യങ്ങൾ നടക്കത്തില്ല. അപ്പം എന്നോട് കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് കുഞ്ഞു മക്കളുള്ള അമ്മമാരുടെ റുട്ടീൻ സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത്. ചെറിയ കുട്ടികളുള്ള അമ്മമാർക്ക് ഒരു റുട്ടീൻ സെറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. പ്രത്യേകിച്ച് ആമിയെ ഞാൻ ഒറ്റയ്ക്ക് നോക്കിയ കാരണം കൊണ്ട് എനിക്ക് നല്ലപോലെ അറിയാം അതിൻ്റെ വിഷമം. ഞാൻ പറഞ്ഞല്ലോ, ആമിക്ക് ഒരു 7 മാസമൊക്കെ ആയപ്പോഴാണ് ഞാൻ ചെന്നൈയിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ ഹെൽപ്പ് ചെയ്യാനും ഒന്നും ആരുമില്ല. എൻ്റെ വീട്ടിലെ പണികളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ എന്ന് കരുതി ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ഇവിടെ ആരും വഴക്കൊന്നും പറയത്തൊന്നുമില്ല. എന്നാലും എനിക്ക് എൻ്റെ ജോലികൾ കൃത്യമായിട്ട് ചെയ്യണമെന്ന് ഭയങ്കര നിർബന്ധമുള്ള ഒരാളാണ്. കാരണം ഒരു ചിട്ടയോടുകൂടി പോകണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ മോള് ചെറുതായിരുന്ന സമയത്ത് അവൾ എന്നെ ഭയങ്കരമായിട്ട് എന്നെ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുമായിരുന്നു. കാരണം വേറെ ആരും ഇല്ലല്ലോ, എല്ലാവരും ജോലിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും അവളും മാത്രമാണ്. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നി. ഇങ്ങനെ ആയാൽ പറ്റത്തില്ല. ആമി തീരെ ചെറുതാണ്, അതായത് 8 മാസം 9 മാസമൊക്കെ ഉള്ളൂ. അപ്പം പ്രത്യേകിച്ച് അവളാണെങ്കിൽ ഉറങ്ങത്തുമില്ല. പകൽ സമയമൊക്കെ കുറച്ചൊക്കെ ഉറങ്ങും, എന്നാലും അധികം അങ്ങനെ ഉറങ്ങത്തൊന്നുമില്ല. എന്നാലും രാത്രി ആയാൽ ഉറക്കവുമില്ല. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു റുട്ടീനാണ് അവളെ. കാരണം ഞാനും ഇങ്ങനെ ഉറക്കൊഴിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയും പിന്നെ എപ്പോൾ നോക്കിയാലും വീട് ഇങ്ങനെ മെസ്സി ആയിട്ട് കിടക്കുന്ന ഒരു കാര്യം, അങ്ങനെയൊക്കെയാണ്. ഞാൻ എത്രയൊക്കെ ഒതുക്കി വെച്ചാലും വീണ്ടും വീണ്ടും മോളിങ്ങനെ കളിക്കുന്നത് കൊണ്ട് കളിപ്പാട്ടങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചു വാരി ഇട്ടേക്കും. നമ്മൾ കൃത്യമായി ഒരു റുട്ടീൻ ഫോളോ ചെയ്ത് പോകുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പിന്നീട് തിരിച്ചറിയുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എസ്പെഷ്യലി നിങ്ങളൊരു ഫീഡിങ് മദർ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കുഞ്ഞിന് ആദ്യം പ്രയോറിറ്റി കൊടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യത്തിനും പ്രയോറിറ്റി കൊടുക്കുക. ക്ലീനിങ് ചെയ്യുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ വീട് ഓർഗനൈസ് ചെയ്യുന്ന കാര്യങ്ങളോ ഒന്നും നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ വെക്കാതിരിക്കുക. കാരണം അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. എനിക്കൊരു അനുഭവം ഉണ്ടായി, ഞാൻ അതുകൂടി ഇവിടെ പറയുന്നുണ്ട്. ആമിക്കൊരു ഏകദേശം ഒരു 9-10 മാസം എന്തോ ആയിട്ടേ ഉള്ളൂ കേട്ടോ. ആ ഒരു സമയത്ത് അവളിങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ഞാൻ വന്നിട്ട് വീട്ടിലെ കുറച്ച് പണികളൊക്കെ ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു. പക്ഷെ അന്നത്തെ ദിവസം അവൾ ഒട്ടും തന്നെ ഉറങ്ങിയിട്ടുമില്ല. അവൾ ഭയങ്കരമായിട്ട് വാശിയും കരച്ചിലും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ അവളോട് കൂടി കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്ത് അവസാനം എനിക്കും ബോറടിക്കാനായിട്ട് തുടങ്ങി. കുക്കിംഗ് ഒക്കെ ഞാൻ രാവിലെ തന്നെ ചെയ്യുമായിരുന്നു. കാരണം ഇവിടെ ഹസ്ബൻഡിൻ്റെ അനിയനും അച്ഛനും ഒക്കെ ജോലിക്ക് പോകുന്നത് കൊണ്ട് ഞങ്ങൾ ജോയിൻറ്റ് ഫാമിലിയിലായിരുന്നു കേട്ടോ. പിന്നീടാണ് അനിയൻ്റെ മാരേജ് കഴിയുന്നതിന് 1 വർഷം മുന്നെയാണ് ഞങ്ങൾ മേലോട്ടേക്ക് സെപ്പറേറ്റ് ആയിട്ട് മാറിയത്. അതുവരെയും ഞങ്ങളിങ്ങനെ ജോയിൻറ്റ് ഫാമിലിയിൽ തന്നെയായിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് അറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ. നമ്മൾ എത്രയൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻലോസ് ഉണ്ടെങ്കിലും ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ചില കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യേണ്ടി വരുമല്ലേ. നമുക്കിപ്പോൾ ആരുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചിലതൊക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ രാവിലെ എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ അവളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവളിങ്ങനെ ഉറങ്ങുന്ന സമയത്ത് കുറച്ച് തുണികൾ മടക്കി വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അലമാരയിലിരിക്കുന്ന തുണികളെല്ലാം ഞാനെടുത്ത് പുറത്തിട്ടു. ഉറങ്ങുമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയത് കേട്ടോ. പെട്ടെന്ന് തന്നെ ഇവളിങ്ങനെ ചാടി എഴുന്നേറ്റിട്ട് ഭയങ്കരമായിട്ട് കരയാനായിട്ട് തുടങ്ങി. പിന്നെ ഞാൻ അവളെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച്, കുഞ്ഞു കുട്ടിയാണ്, ചെറുതാണപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് അവളോടൊപ്പം ഇങ്ങനെയൊക്കെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവളിരുന്ന് കളിക്കുമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ തുണികളൊക്കെ മടക്കിക്കൊണ്ടിരിക്കുമായിരുന്നേ. ഞാനിങ്ങനെ അവളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാനും അവളും മാത്രമാണ് ഉണ്ടായിരുന്നത്. അന്ന് ഹസ്ബൻഡിന് നൈറ്റ് ഷിഫ്റ്റ് ആണ്. അപ്പോൾ ഈവനിങ് ഹസ്ബൻഡ് ജോലിക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ ഇത്രയ്ക്കും അവളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നിട്ട് പോലും അവളിങ്ങനെ കൈ കൊണ്ടുവന്ന് ഈ അലമാരയുടെ ഇടയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് കൈ വെച്ചേട്ടാ. അപ്പം അങ്ങനെ
ഞാൻ ഓർക്കാതെ ഈ തുണികൾ മടക്കി വെക്കുന്നതിനിടയിൽ അലമാര ഇങ്ങനെ പിടിച്ച് അടച്ചപ്പോഴത്തേക്കും അതിൻ്റെ ഡോറിൻ്റെ ഇടയിൽ കുഞ്ഞിൻ്റെ കൈ കയറിയിട്ട് അവൾ ഭയങ്കരമായിട്ട് കരച്ചിലായിരുന്നു കേട്ടോ. അപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് കരയുന്നത്. കൈ ഇങ്ങനെ ഇതിനിടയിൽ ഇരിക്കുകയാണെന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര കരച്ചിലാണ്. അങ്ങനെ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചപ്പോഴത്തേക്കാണ് കൈ ഇതിനിടയിൽ ഇരുന്നിട്ട് വിരൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചതഞ്ഞു പോയി. പിന്നെ ഉടനെ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ് ചെയ്തപ്പോൾ ഞാൻ ആകെ അങ്ങോട്ട് തളർന്നു പോയി. എനിക്ക് പെട്ടെന്ന് ഇത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സങ്കടവും കരച്ചിലൊക്കെ ആയിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് അപ്സെറ്റ് ആയി പോയേട്ടാ. ഹസ്ബൻഡ് ആണ് പിന്നെ മോളെ എടുത്തതൊക്കെ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ശരിക്കും പേടിച്ചു പോയി. പക്ഷെ പെട്ടെന്ന് തന്നെ അടുത്ത വീട്ടിൽ അങ്കിളിനോട് പോയി പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അങ്കിളിന്റെ ആന്റിയുടെയും കാര്യമാണ് കഴിഞ്ഞൊരു വീഡിയോയിൽ എൻ്റെ ഹസ്ബൻഡ് സംസാരിച്ചത്. അപ്പോൾ ആ അങ്കിള് ഓടി വന്നിട്ട് ബീറോ, അതായത് അലമാരയുടെ സൈഡിന്റെ ഡോർ ഇങ്ങനെ സ്ക്രൂ മൊത്തത്തിൽ അഴിച്ചിട്ട് ഡോർ ഇങ്ങനെ ഇളക്കി എടുക്കുകയാണ് ചെയ്തത്. പക്ഷെ അതിനോടകം തന്നെ കുഞ്ഞിന്റെ കൈ, ചെറുവിരലാണ്, കൈ ഇങ്ങനെ ചതഞ്ഞ് അങ്ങ് ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ കണ്ടിട്ട് പേടിച്ചു പോയി. ബ്ലഡും കാര്യങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ ചതഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലാണ് ഇരുന്നത്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇപ്പോൾ തന്നെ മുറിഞ്ഞ് താഴെ വീഴുമെന്ന് തോന്നും. ഉടനെ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ് ചെയ്തത് കേട്ടോ. ആ ഒരു സംഭവം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അന്നത്തോടു കൂടി ഞാൻ തീരുമാനിച്ചൊരു കാര്യമാണ്, എൻ്റെ കുഞ്ഞിനെ വെച്ചിട്ട് ഞാൻ ഇനി ഒരു പരിപാടിക്കും നിൽക്കത്തില്ല. അവൾ കുറച്ചും കൂടി വലുതാവട്ടെ. അവൾ വലുതായതിനു ശേഷം എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. തീരെ കുഞ്ഞു മക്കൾക്ക് നമ്മുടെ അമ്മമാരുടെ സഹായം അവർക്ക് എപ്പോഴും ആവശ്യമാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും അവരൊറ്റയ്ക്ക് ഇരുന്ന് കളിക്കുമല്ലേ, അല്ലെങ്കിൽ അവർ ഇരുന്നോളൂന്ന്. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ കണ്ണൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ അവർ എന്ത് വേണമെങ്കിലും കാണിക്കും. അത്രയ്ക്കും ആമി ഭയങ്കര പാവ ഒരു കൊച്ചായിരുന്നു കേട്ടോ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അങ്ങനെ വലിയ കുരുത്തക്കേടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു കുട്ടിയാണ്. എന്നിട്ട് പോലും ഞാൻ ഇത്രയും നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടും എൻ്റെ കയ്യിൽ നിന്ന് ഒരു ചെറിയൊരു അബദ്ധം പറ്റിയത് കൊണ്ട്, ഞാൻ ആ സമയത്ത് അത് ചെയ്യാൻ പോയത് കൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം നടന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, തീരെ കുഞ്ഞു മക്കളാണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി കുഞ്ഞുങ്ങൾ നടക്കുകയോ കമിഴുകയോ പിച്ച വെച്ച് നടക്കുന്ന പ്രായത്തിലൊന്നും നിങ്ങൾ ഒരുപാട് ഓർഗനൈസ്ഡ് ആവാനും ലൈഫ് സ്റ്റൈൽ കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാനൊന്നും നോക്കരുത് കേട്ടോ. അനുഭവം കൊണ്ട് പറയുന്നതാണ്. പിന്നെ ആ കുട്ടി എന്നോട് ചോദിച്ചത്, ജോയിന്റ് ഫാമിലിയിലുള്ളപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കാണെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിയാണ്, ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ പറ്റും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ ജോയിന്റ് ഫാമിലിയിൽ അത്രത്തോളം പറ്റത്തില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ജോയിന്റ് ഫാമിലിയിൽ നമ്മളോടൊപ്പം താമസിക്കുന്ന നമ്മുടെ ഇൻലോസ് ആണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും ആരാണെങ്കിലും നമ്മളെ അത്രത്തോളം മനസ്സിലാക്കുകയും ചെയ്യണം. ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഇൻലോസിനെ നിങ്ങൾക്ക് എന്തായാലും മാറ്റിയെടുക്കാനായിട്ട് ശ്രമിച്ചു നോക്കാൻ പറ്റുമോ അറിയത്തില്ല. കാര്യങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. ഇങ്ങനെ ഒറ്റയ്ക്ക് എല്ലാം കൂടി ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവരുടെയും കൂടെ സഹായം ചോദിക്കുക കേട്ടോ. ഇപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ ഒറ്റയ്ക്ക് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇൻലോസിൻ്റെ കയ്യിൽ അവരെ കുറച്ച് നേരം ഏൽപ്പിച്ചിട്ട് നിങ്ങൾ കിച്ചണിലെ പണികളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനിയിപ്പോൾ ആരോടും നിങ്ങൾ സഹായം ചോദിച്ചില്ലെങ്കിലും ഉറപ്പായിട്ടും ഹസ്ബൻഡിനോട് നിങ്ങൾ സഹായം ചോദിക്കുക തന്നെ വേണം. ഒന്നും ചെയ്തു തരത്തില്ല എന്ന് പറഞ്ഞിട്ട് അവരോട് പറയാതിരിക്കുകയല്ല വേണ്ടത്, അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കുക കേട്ടോ. നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ പാർട്ട്ണറോട് പറയുക തന്നെ വേണം. അവരിന് എത്ര വലിയ ജോലി തിരക്കാണെന്ന് പറഞ്ഞാലും നമ്മുടെ ഹസ്ബൻഡിനോട് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തുറന്ന് പറയുക. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, വഴക്കടിക്കാനും ബഹളം ഉണ്ടാക്കാനും മറ്റുള്ളവരോട് ദേഷ്യപ്പെടാനും ഒന്നിനും പോകണ്ട. നിങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് നിങ്ങളുടെ കുഞ്ഞിനും അതുപോലെ തന്നെ നിങ്ങൾക്കും വേണ്ടിയിട്ടായിരിക്കണം. അത് കഴിഞ്ഞ് മതി ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കുന്നത്. ഇപ്പം എത്ര വലിയ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഫാമിലി ആണെന്ന് പറഞ്ഞാലും സ്വന്തം കുഞ്ഞിനെ നോക്കാതെ നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കിയിട്ടൊന്നും ഒന്നും നമുക്ക് കിട്ടാനായിട്ട് പോകുന്നില്ല അല്ലേ. നമ്മൾ കഷ്ടപ്പെട്ട ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു കഴിഞ്ഞിട്ട് അവരുടെ കാര്യങ്ങൾ നോക്കാൻ പോലും നമുക്ക് നേരമില്ലെന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരവസ്ഥ തന്നെയാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലെങ്കിലും അങ്ങനെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. പിന്നെ ജോയിൻറ്റ് ഫാമിലിയിൽ ഉള്ളപ്പോൾ കുറേയൊക്കെ നമ്മൾ എല്ലാവരുടെയും ഇഷ്ടങ്ങൾ നോക്കേണ്ടി വരും. കുറേയൊക്കെ നമ്മളെന്താണ് മറ്റുള്ളവരുടെ അഭിപ്രായമൊക്കെ കേൾക്കേണ്ടി വരും. നമ്മളെ കൊണ്ട് കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുക, അല്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക. ചില സമയത്തെങ്കിലും നമ്മൾ ആരാണെന്നുള്ളത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ടി വരും. അതിന് നമ്മൾ ചിലപ്പോൾ കുറച്ച് ഹാഷായിട്ട് സംസാരിക്കേണ്ടി വരും, ചിലപ്പോൾ നമ്മൾ കുറച്ച് ദേഷ്യപ്പെടേണ്ടി വരും. എന്ന് കരുതിയിട്ട് നമ്മളൊന്നും പറയാതെ എല്ലാം കേട്ട് സൈലൻ്റായിട്ട് ഇരിക്കുകയും വേണ്ട. നമ്മൾ എന്താണെന്നുള്ളത് ഒരിക്കലെങ്കിലും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക കേട്ടോ. നമ്മൾ തീരെ പാവമായിട്ട് അങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടി മുതലെടുക്കുകയും ചെയ്യത്തുള്ളൂ. അപ്പോൾ എനിക്കിതാണ് പറയാനുള്ളത്. പിന്നെ എല്ലാവരും പൊതുവെ വിചാരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ വഴക്കുണ്ടാക്കിയാൽ അതിനൊരു പരിഹാരം കാണുമെന്നാണല്ലേ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ അങ്ങനെ വഴക്കടിക്കേണ്ട കാര്യമില്ല. നമ്മളെല്ലാ കാര്യത്തിനും ദേഷ്യപ്പെടാനും വഴക്കുണ്ടാക്കാനൊന്നും പോകരുത് കേട്ടോ. നമ്മൾ അത് സൈലൻ്റായിട്ട് പറയേണ്ട പോയിന്റ്സുകൾ നമ്മൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുക. പിന്നെ ഞാനാണെങ്കിൽ എൻ്റെ ആമിയുടെ കാര്യത്തിൽ ചെറുതായിരുന്നപ്പോൾ അവൾ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ കുളിക്കാറുള്ളത്. രാവിലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനും കൂടി എന്നെ കിച്ചണിൽ വെജിറ്റബിൾസ് ഒക്കെ
കട്ട് ചെയ്ത് ഹെൽപ്പൊക്കെ ചെയ്തു തരുമായിരുന്നു കേട്ടോ. ആ സമയത്ത് ഹസ്ബൻഡ് മിക്കവാറും രാവിലെയാണ് ജോലി കഴിഞ്ഞിട്ട് വരുന്നത്. പുള്ളിയോട് എനിക്ക് മോളെ നോക്കാനായിട്ട് പറയാൻ പറ്റത്തില്ല, കാരണം നല്ല ഉറക്കമായിരിക്കും. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, നമ്മളെ മനസ്സിലാക്കുന്ന ഒരു നല്ലൊരു കുടുംബം അല്ലെങ്കിൽ ഒരു ഇൻലാസ് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് നല്ലൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. അതെല്ലാവർക്കും കിട്ടണം എന്നില്ല. അപ്പം എന്ത് തന്നെയാണെങ്കിലും എപ്പോഴും ഒന്ന് മാത്രം ചിന്തിക്കുക, നമ്മുടെ മക്കൾക്ക് നമ്മളേ ഉള്ളൂ. നമ്മളുടെ കാര്യങ്ങളും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും കഴിഞ്ഞിട്ട് മറ്റുള്ളവരുടെ കാര്യം നോക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പ്രത്യേകിച്ച് ചെറിയ മക്കള്, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. അവർക്കൊരു 2-3 വയസ്സാവുന്ന വരെ മതി നമ്മളുടെ സഹായം. അവരൊന്ന് സ്കൂളിലൊക്കെ പോയി തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളൊക്കെ അവർ ഒറ്റയ്ക്ക് നോക്കിക്കോളും. പിന്നെ നമ്മൾ പിടിച്ചാൽ പോലും കിട്ടാത്ത ഉയരത്തിൽ അവരങ്ങ് പറന്നു പോകും. നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന പ്രായത്തിൽ അവർ നമ്മൾ മാക്സിമം ചേർത്ത് പിടിച്ച് അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുക കേട്ടോ. ആ ഒരു ടൈം എന്ന് പറയുന്നത്, ഫീഡിങ് ടൈമൊക്കെ എന്ന് പറയുന്നത് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സമയമാണ് ഒരു സ്ത്രീയുടെ ലൈഫിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയം നിങ്ങൾ എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കൂടുതൽ സ്ട്രെസ്സും കാര്യങ്ങളും ഒന്നും തലയ്ക്കെടുത്ത് വെക്കാനായിട്ട് നോക്കരുത്. ഇടയിൽ തന്നെ ആമിക്കാണെങ്കിൽ ഒരു സെറ്റ് ഇങ്ങനെ വീട്ടിലിടാനുള്ള കുറച്ച് പാൻസ് ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. മീഷോയിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അത് നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കോഡ് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്തേക്കാം. അവൾക്ക് 7 to 8 ഇയേഴ്സിൻ്റെ അളവാണ് എടുത്തിട്ടുള്ളത്. കറക്റ്റ് ആയിരുന്നു, നല്ല തുണിയാണ്. 5 എണ്ണം വരുന്നൊരു സെറ്റിൻ്റെയാണ് എടുത്തത്. 400 മറ്റോ ആണ് ആയത്. പിന്നെ ഈവനിങ് ആയപ്പോഴത്തേക്ക് ആമി സ്കൂൾ വിട്ട് വന്നതിന് ശേഷം അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് വടയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഉഴുന്നുവടയാണ് ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ ആമിക്ക് ഈ ഒരു പാഴ്സൽ ഞാൻ മേടിച്ചിട്ട് 2-3 ദിവസമായി. അപ്പോൾ അത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷമാണ് അവൾക്ക് ഇടാനായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കഴുകിയതിന് ശേഷം ഒന്നും അങ്ങനെ കളറും കാര്യങ്ങളൊന്നും പോയിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ ഷെയർ ചെയ്യുന്നത് 1-2 പേര് മുന്നേ ചോദിച്ചിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഇതെൻ്റെ അമ്മ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പമാണ്. അപ്പത്തിൻ്റെ മാവിൽ ദോശക്കല്ലിൽ ഒഴിച്ചെടുക്കുന്നതാണ്. ഇതിനെ ദൊപ്പം എന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ എൻ്റെ അമ്മ പണ്ടിങ്ങനെ ചെയ്തു തരുന്നൊരു റെസിപ്പിയാണ് കേട്ടോ. പച്ചരി ഞാൻ രാവിലെ തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഒരു 4-5 മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ടാൽ മതി. ഇതിന് വേണ്ടുന്ന ചേരുവകൾ എന്ന് പറയുന്നത് അപ്പത്തിനെടുക്കുന്ന അതേ സംഭവങ്ങൾ തന്നെയാണ്. ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിന് മേലെ തന്നെ പച്ചരി ഇട്ടിട്ടുണ്ട്. പച്ചരിക്ക് പ്രത്യേകിച്ച് ഒരു അളവൊന്നും ഇല്ല കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങ ഏകദേശം ഒരു 1/4 കപ്പോളം എടുത്തിട്ടുണ്ട്. മാക്സിമം 1/4 കപ്പോളം എടുക്കാം കേട്ടോ. ഏറ്റവും കൂടുതൽ തേങ്ങ ചേർത്താൽ അത്രയും നല്ലതാണ്. അതിലേക്ക് ചോറ് ചേർത്തിട്ടുണ്ട്. പിന്നെ നല്ല ഈസ്റ്റ് ഉണ്ടല്ലോ, ഈസ്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും പുതിയ ഈസ്റ്റ് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കട്ടെ. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതൊന്നും എടുക്കരുത്. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു നുള്ളു സോഡാപ്പൊടി ചേർത്താലും മതി. കുറച്ച് വൈറ്റ് ഷുഗർ ചേർത്തിട്ടുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂണോളം വൈറ്റ് ഷുഗറും ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബാറ്റർ ഞാൻ ഒന്ന് പുളിച്ച് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരുപാട് ഇങ്ങനെ പുളിച്ച് പൊങ്ങിയൊന്നും വരണ്ട കേട്ടോ. ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഇവിടുത്തെ ചൂടിനനുസരിച്ച് നന്നായിട്ടൊന്ന് പൊങ്ങി കിട്ടി. അപ്പോൾ അതിനിടയിൽ തന്നെ ഞാൻ പോയിട്ട് വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. വിളക്ക് വെച്ചിട്ട് വരുന്നതിനിടയിൽ തന്നെ മാവ് അവിടെ പൊളിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒരുപാട് അങ്ങനെ പൊളിച്ച് പൊങ്ങി പുറത്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട. ഞാൻ ഈ മാവ് ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഞാനിതിൻ്റെ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് ഡിസ്ക്രിപ്ഷനിലും വീഡിയോയുടെ സൈഡിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളിത് അപ്പം ചുട്ടെടുക്കുന്ന സമയത്ത് മാത്രമാണ് ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നത് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ചീനച്ചട്ടിയിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് അങ്ങനെ കറക്കിയിട്ട് വേണമെങ്കിൽ അപ്പമാക്കി എടുക്കാം, നമ്മുടെ സാധാരണ അപ്പം പോലെ. ഇല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അപ്പം ചെയ്യുമ്പോൾ ചെറിയൊരു തവി എടുക്കാനായിട്ട് ശ്രമിക്കുക. നല്ല കുഴിയുള്ള ചെറിയ തവി. അതിലൊരു 2 തവി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. പരത്താനായിട്ട് പാടില്ല കേട്ടോ. പരത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫ്ലഫിനെസ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒഴിച്ചതിന് ശേഷം ഹോൾസ് ഒന്ന് ചെറുതായിട്ട് വരുന്ന സമയത്ത് തന്നെ ഇതൊന്ന് അടച്ചു വെച്ചേക്കുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. എപ്പോഴും ശ്രദ്ധിക്കണം, നിങ്ങൾ ഫ്ലെയിം ഇടുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിരുന്നാൽ മതി. ഒരുപാട് ഫ്ലെയിം കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അടിഭാഗം നല്ലോണം കരിഞ്ഞു പോകത്തേ ഉള്ളൂ. അപ്പോൾ ടേസ്റ്റ് മാറിപ്പോകും കേട്ടോ. എന്നിട്ട് ഒന്ന് മറിച്ചൊന്നും ഇടരുത്, നേരെ അങ്ങ് എടുത്ത് നമ്മൾ സെർവ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ടൈം ഇതിലേക്ക് അപ്പം ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് മാത്രം ഉപ്പിട്ടാൽ മതി. നേരത്തെ തന്നെ ഉപ്പിട്ടിട്ട് പുളിപ്പിക്കാനായിട്ട് വെക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഈസ്റ്റ് എപ്പോഴും കറക്റ്റ് ആയിട്ടുള്ള പുതിയ ഈസ്റ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഈസ്റ്റ് നല്ലതാണെങ്കിൽ മാത്രമാണ് അപ്പം ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പോലെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ഹൈപ്പും കൂടി ചെയ്തേക്കണേ. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വെനസ്ഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.